ഒരു ഹദീസ് പറയാ, ഏറ്റെടുക്കുന്നതിന് പരമാവധി ഏറ്റെടുക്കുക, പക്ഷേ പൊങ്ങാത്തത് ഏൽക്കരുത്. ശ്രദ്ധിക്കുക. ഈ വിഷയത്തിൽ അമലിലേക്ക് ഇറങ്ങാണ്. ഇനിയിപ്പോ ഞാൻ അമല് പറയാൻ പോകുക, പക്ഷേ രണ്ടും പറയണല്ലോ, അമലിന്റെ പ്രേരണയും പക്ഷെ അമല് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ചില ദോഷങ്ങൾ, അത് രണ്ടും പറയണല്ലോ എന്ന് എഴുതിയിട്ട് രണ്ടാമത്തെ വിഷയം ഞാൻ പറയാം. ശ്രദ്ധിക്കുക, രണ്ട് കാര്യം പറയാണ്. മൂന്നാളുകൾ മുസ്തഫ നബിയുടെ അരികിലേക്ക് വന്നു. എന്തിന്? ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാൾ മുസ്തഫ നബിന്റെ വീട്ടിലേക്ക്, അവിടുത്തെ ഉമ്മുൽ മുഅ്മിനീൻ ബഹുമാനപ്പെട്ട മഹദികളെ കാണാൻ വേണ്ടി, മഹാന്മാരെ ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളെ കാണാൻ വേണ്ടി, വിഷയം അന്വേഷിക്കാൻ വേണ്ടി വന്നു. എന്നിട്ടോ റസൂലുള്ളാഹിന്റെ ഇബാദത്ത് എങ്ങനെയെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഇവരെ കാഴ്ചയിൽ ഇബാദത്തുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു മീഡിയം, അങ്ങനെ ഒരു പോക്കാണ് റസൂലുള്ളാഹിൽ കാണുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫലമ്മാ ഉഖ്ബിറു ബിഹാ, ഈ വിഷയം അവർക്ക് വിവരമറിയിക്കപ്പെട്ടപ്പോൾ കഅന്നഹും യതഖാല്ലൂഹാ, അത് അവർക്ക് വളരെ കുറഞ്ഞു പോയോന്ന് അവർക്ക് തോന്നിപ്പോയി. ഇത്രയൊക്കെ അമലുള്ളോ റസൂലുള്ളാഹിക്ക് എന്ന് അവർക്ക് തോന്നി. ഫഖാല, അപ്പോൾ അവർ പറഞ്ഞു, ഐന നഹ്നു മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി എവിടെ, നമ്മൾ എവിടെ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി. വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. എമ്പാടും അവിടെ തരാമെന്ന് അള്ളാഹു പറഞ്ഞ ആളാണ്. നമുക്ക് അത്രയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് തോനെ ചെയ്യണം എന്ന് തീരുമാനിച്ചു. കുറച്ച് കൂടുതൽ ചെയ്യാൻ അവരുദ്ദേശിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അപ്പോൾ ഒരാൾ പറഞ്ഞു, അമ്മ അന, ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇനി എല്ലാ രാത്രിയും ഞാൻ നിന്ന് നിസ്കരിക്കും, ഇനി ഒരു ദിവസം ഒഴിവാക്കൂല, നിന്ന് നിസ്കരിക്കും. മറ്റേ ആള് പറഞ്ഞു, ഇനി എല്ലാ പകലും ഞാൻ നോമ്പ് വെൽക്കും, ഞാൻ നോമ്പ് ഒഴിവാക്കൂല, എന്ന് എനിക്ക് സുന്നത്ത് നോമ്പാവും എന്ന് പറഞ്ഞു. മറ്റേ ആൾ പറഞ്ഞു, ഉള്ള ഭാര്യമാരൊക്കെ ഞാൻ ഒഴിവാക്കാണ്, ഇങ്ങോട്ട് കെട്ടൂല്ല, ഞാൻ ഇബാദത്തിന് വേണ്ടിയാണ് ഒരുങ്ങാണ് എന്ന് പറഞ്ഞു. ഹബീബ റസൂലുള്ള അങ്ങനെ കയറി വന്നു. എന്നിട്ട് റസൂലുള്ള വന്നു. ഫഖാല, ഹബീബ നബിയുടെ ഖൈബിയായ മുഅ്ജിസത്താണ്, ചങ്കിലീമാനുള്ളവർ ഈ ഹദീസിൽ വേറെയും പഠിക്കാനുണ്ട്. ഇങ്ങനെ കയറി വന്നു. ഇവർ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞിരുന്നു. അതിന് ശേഷം റസൂലുള്ള ഇങ്ങോട്ട് കയറി വന്നു. ഹബീബായ നബി പറഞ്ഞു ഇങ്ങോട്ട്, ഫഖാല അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കല്ലേ ഇവിടെ എന്ന്. എന്നാൽ മാ, അറിഞ്ഞുകൊള്ളുക, വല്ലാഹി ഇന്നി ലഅഖ്ശാകുമുല്ലാഹ്, ഞാനാണ് നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെക്കാൾ അല്ലാഹനെ പേടിക്കുന്നത് ഞാനാണ്. വഅത്ഖാകും ലഹു, നിങ്ങളെക്കാൾ പടച്ചോനെ പേടിക്കുന്ന ഞാനാണ്. വലാകിന്നി അസൂമു വഉഫ്തിറു, ഞാൻ നോമ്പ് വെൽക്കും, ഞാൻ നോമ്പ് ഒഴിവാക്കും, സുന്നത്താണ്. വഉസല്ലി വഅർഖുദു, രാത്രി ഞാൻ കുറച്ച് നിസ്കരിക്കും, കുറെ ഉറങ്ങുകയും ചെയ്യും. വഅതസവ്വജുൻ നിസാ, ഞാൻ ഭാര്യമാരെ കല്യാണം കഴിക്കും. പിന്നെ ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അതിന്റെ അപ്പുറക്കാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തരം ഒരു ബാച്ചിലർ സമ്പ്രദായമാക്കാൻ ആരെങ്കിലും, ചില ബ്രഹ്മചര്യമാക്കാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്റെ ദീനിൽ സ്ഥാനമില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അമല് വേണം, പക്ഷേ അവനെ കൊണ്ട് ഏറ്റവും കഴിയുന്ന അമല് മാത്രം അവനവൻ ചെയ്യണം. ശ്രദ്ധിക്കണം, ഇത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് ഈ ഹദീസ്. ഇനി ഒരു ഹദീസ് കൂടി പറഞ്ഞാൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും. ഒരു ഹദീസ് കൂടി പറയാം. അനായിഷ റളിയല്ലാഹു അൻഹാ, ഉറക്കെ പറയണേ ഒന്നും കൂടെ. അനായിഷ റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിക്ക് സ്വർഗ്ഗമുണ്ട്, ആയിഷ കുറ്റക്കാരിയല്ല, അല്ലാഹു അർശിൽ നിന്ന് വിവരം ഇറക്കിയ പെണ്ണാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഞങ്ങൾ വിചാരിച്ചത് ആരാണവര്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ? ആയിഷ ബീവി ഭൂമിയിൽ പരിശുദ്ധ വനിതയാണ് എന്ന് അല്ലാഹു അർശിൽ നിന്നിറക്കിയിട്ടുണ്ട്. ആയിഷ ബീവിക്ക് വേണ്ടി മാത്രമാണ് സൂറത്തുൻ നൂർ ഇറക്കിയത്. ആയിഷ ബീവി കുറ്റക്കാരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് സൂറത്തുൻ നൂർ ഇറക്കിയത്. ആയിഷ പരിശുദ്ധയായ പെണ്ണാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് സൂറത്തുൻ നൂർ ഇറക്കിയത് റളിയല്ലാഹു അൻഹാ.
അത്രയും മഹതിയാണ്. അവരെ കേട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല. മഹാന്മാരെ പറ്റി പറയുമ്പോൾ ഉടനെ പറഞ്ഞോളൂ തെർബിയത്ത്, അപ്പോൾ മാത്രമേ ഈമാൻ ഉണ്ടാവൂ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നോക്കൂ, അനായിഷത ഉമ്മിൽ മുഅ്മിനീൻ, അനായിഷത ഉമ്മിൽ മുഅ്മിനീൻ, അനായിഷത ഉമ്മിൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ മഹദിയായ അവർകൾ ഖാലത്ത് സബരി പറഞ്ഞു, ദഖലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് നോക്കൂ, ഹബീബായ നബി എന്റെ അടുത്തേക്ക് കയറി വന്നു. എന്റെ അടുത്ത് വേറൊരു പെണ്ണു ഉണ്ടായിരുന്നു. ഖാല, അപ്പ ഹബീബാൻ ചോദിച്ചു, നബി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹാദിഹി, ഏതാണ് ഈ പെണ്ണ് എന്ന് ചോദിച്ചു എന്നോട്. ഒരു പെണ്ണ് എന്റെ വീട്ടിലുണ്ട്. അപ്പൊ റസൂൽ അങ്ങോട്ട് കയറി വന്നു, ആരാ ഈ പെണ്ണ് എന്ന് ചോദിച്ചു. ഖാലത്ത്, അപ്പൊ കൊൽത്തു, ഞാൻ പറഞ്ഞു, ഹിയ ഫുലാന, ഇത് അന്നാലിന്ന പെണ്ണാകുന്നു. തുദ്കറു മിൻ സ്വലാത്തിഹാ, വലിയ നിസ്കാരക്കാരത്തിയാന്ന് അറിയപ്പെടുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണാണ് നബിയെ ഈ പെണ്ണ് എന്ന് പറഞ്ഞു. തുദ്കറു മിൻ സ്വലാത്തിഹാ, വലിയ നിസ്കാരക്കാരത്തിയായ പെണ്ണ് നമ്മളെ മദീനയിലുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ആ പെണ്ണാണ് നബിയെ ഇത് എന്ന് പറഞ്ഞു. വലിയ തൃപ്തി പറഞ്ഞു. ഞാൻ പറയാണ്, ആയിഷ ബീബി പറയാണ്, ഞാൻ വലിയ തൃപ്തി നബിയോട് പറഞ്ഞു, നബിയെ ഇത് ഇന്നാലിന്ന പെണ്ണാണ്. തുദ്കറു മിൻ സ്വലാത്തിഹാ. ഖാല, ഉടനെ ഹബീബ നബി പറഞ്ഞു, നിർത്ത്, അലൈക്കും ബിമാ തുതീഖൂന, നിങ്ങൾ കഴിയണ അമൽ ചെയ്താൽ മതി. ഫവല്ലാഹി ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലൂ, നിങ്ങൾ മടിയോട് കൂടെ ഒഴിവായി പോയാൽ അള്ളാഹ് നിങ്ങളോട് അവസാനം ഒഴിവായി പോവും. ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ കൂട്ടും, എന്നിട്ട് അവസാനം പിന്നെ നിങ്ങൾ മടിയുണ്ട് ഒഴിവാവും. അപ്പോൾ അള്ളാഹു നിങ്ങളെ തൊട്ട് ഒഴിവായി പോകും. ഏറ്റെടുത്തിട്ട് ഒഴിവായാൽ പിന്നെ അള്ളാഹു പറ്റൊഴിവാവും. അത് വളരെ ശ്രദ്ധിക്കണം. വകാന അഹബ്ബദ്ദീനി ഇലൈഹി മാ ദാവമാ സ്വാഹിബുഹു, അല്ലാഹുവിനെ മാ ദാവമാ സ്വാഹിബുഹു അലൈഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഒരാൾക്ക് നിത്യമായി കൊണ്ടു നടക്കാൻ കഴിയുന്ന അമലുകളാണ് എന്ന് ഹബീബായ നബി സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഫർദിനെ പറ്റിയല്ല ഈ പറയുന്നത്, സുന്നത്താണ്. ഫർദൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന് അടി 2 എണ്ണം കൊടുത്താൽ മതി, ഇന്ന് അവനെ ഏറ്റെടുത്തോളൂ. ഫർദിന്റെ കാര്യമല്ല ഈ പറയുന്നത്, ഇത് സുന്നത്തായ കർമ്മങ്ങളാണ്. സുന്നത്തിന്റെ കാര്യത്താണ് ഈ വിഷയം ഉള്ളത്. അവനാണ് കഴിയുന്നത്, അവനെ ഏറ്റെടുത്താൽ മതി എന്നർത്ഥം. ശ്രദ്ധിക്കുക, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ വിശദീകരിക്കും. അപ്പൊ ചുരുക്കത്തിൽ അമൽ അതിപ്രധാനമാണ്. അത് അവനാണ് കഴിയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായി അവനവൻ ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ പറയുന്നതൊക്കെ ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്നത് കഴിയാത്തതൊന്നുമല്ല, ഇത് കഴിയുന്നതാ. ഇപ്പൊ ഈ പറയുന്ന മുഴുവനും കഴിയാത്ത ലിസ്റ്റ് കയറണ്ട, അതൊക്കെ കഴിയണ ലിസ്റ്റിൽ തന്നെ കയറിയാൽ മതി. കഴിയാത്ത പറയില്ല, കഴിഞ്ഞേ പറയൂ. ഞാൻ അദ്കാറുകൾ പറയുമ്പോൾ ഒന്ന് കുറിച്ചു വെക്കാൻ പരമാവധി ആളുകൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാ ഞാനൊരു മുശാവറ നടത്തി പറയല്ല, അത് പിന്നീട് തീരുമാനിക്കും. സൗകര്യപ്പെടുമെങ്കിൽ ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഇവിടെ പറയുന്ന ദിക്റുകൾ ആ ദിക്റുകളായി എഴുതി പരസ്യപ്പെടുത്താൻ സംഘാടകർ ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനത് ഒറ്റക്ക് പറയാൻ പാടില്ലല്ലോ, എങ്കിലും ഞാൻ ആലോചിക്കട്ടെ. പരമാവധി അങ്ങനെ സൗകര്യപ്പെടുകയാണെങ്കിൽ, ഇവിടെ സൗകര്യപ്പെട്ടാൽ ദിക്റിന് അതിന് അറബി DTP എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ, പരമാവധി അങ്ങനെ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. മൊയ്നുൽ ഭാഷ വിഷയം ഏറ്റിട്ടുണ്ട്. അപ്പൊ പരമാവധി ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ ദിക്റുകൾ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന നല്ല ചെവി തുറന്നിരുന്നാലേ ഇനി അതിന്റെ മഹത്വം കാര്യങ്ങളും അതാ സമയത്ത് ദിക്ർ മാത്രമേ അതിലുണ്ടാവുള്ളൂ. ദിക്ർ മാത്രമേ, അല്ലാതെ ഒരു വലിയ പുസ്തകം ഇറക്കാൻ കഴിയില്ലല്ലോ. ദിക്ർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ദിക്ർ എപ്പോൾ പറഞ്ഞു, ഏതാണ് വിഷയം എന്നതൊക്കെ അതാത് ഒരു ഇഷാർത്ത് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി നിങ്ങൾ ഇപ്പൊ തന്നെ സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ വളരെ നല്ല കാര്യമാണ്. ശ്രദ്ധിക്കുക. ഒരു ദിവസം തുടങ്ങുന്ന കാര്യം പറയാണ്. ശ്രദ്ധിക്കുക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. എല്ലാവരും മുസ്തഫ നബിന്റെ മേലില് നമ്മളെ കാര്യത്തിലേക്ക് ഒരു ദിവസത്തിലേക്ക് കിടക്കാണല്ലോ. ഹബീബ നബിയുടെ മേൽ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് عن حذيفة قال كان رسول الله صلى الله عليه وسلم صحيح البخاري إذا استيقظ من منامه قال الحمد لله الذي أحيانا بعدما أماتنا وإليه النشور. ونركع الحمد لله الذي أحيانا بعدما أماتنا وإليه النشور. എല്ലാ സുബഹയിലും ഹബീബായ റസൂലുള്ളാഹിന്റെ പതിവാൻ ഇതെന്ന് ചൊല്ലിയിട്ട് എണീറ്റവര് ഒന്ന് കൈയ്യട് പൊക്കി 1 മിനിറ്റ് കൊണ്ട്
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു നിലനിർത്തട്ടെ. വേറുള്ളവർക്കും കൂടി പ്രചോദനാകാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് കൈപൊക്കിച്ചതാണ്, ഞാൻ അധികാരം കാണിച്ചതല്ല. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. മറക്കരുത്. എന്നാ ബാക്കിയുള്ളവരും നാളെ മുതൽ അതിന് കഴിയില്ലെങ്കിൽ എണീക്കരുത്, ഉണരരുത്. ഇത് ചെല്ലാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഉണരരുത്. അങ്ങനെയാണ്. എന്നോട് ഒരിക്കൽ ഒരുത്തൻ പറഞ്ഞു, നെരിയാണിത് താഴെ വസ്ത്രം ആവുകയാണല്ലോ ഉസ്താദ്, എങ്ങനെ ഒരു ശാശ്വതമായ പരിവാരം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നെരിയാണിക്ക് മുകളിൽ കാലാണ് വെട്ടിമുറിച്ച് കളഞ്ഞതാണ്. എനിക്ക് തോന്നിയ ശാശ്വത പരിഹാരം പിന്നെ അതാണ്. എന്നാൽ പിന്നെ നെരിയാണിക്ക് താഴെ വസ്ത്രം വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. നെരിയാണിക്ക് താഴെ വസ്ത്രം ആവണിനേക്കാൾ നല്ലത് കാല് വെട്ടിമുറിച്ച് കളയലായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. നെരിയാണിക്ക് താഴേക്ക് ഒരാൾക്ക് വസ്ത്രം വരുന്നുണ്ടോ, അവന് നല്ലത് അവൻ്റെ കാല് വെട്ടിമുറിച്ച് കളയലാണ്. കറക്റ്റാക്കി പറയാം ഞാൻ. ഇത് ഞാൻ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ഞായറാഴ്ച നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഗൗരവം എത്രയാണ്, അത് ഗൗരവം എത്രയാണ്. അത് യഹൂദികൾ നമ്മളുടെ ഇടയിൽ പ്രചരിപ്പിച്ച് നമ്മൾ നശിപ്പിച്ചതാണ്. യഹൂദികളാണ് ഈ വിഷയം മുസ്ലിമീങ്ങൾക്കിടയിൽ കയറ്റിക്കൂട്ടിയിട്ടുള്ളത്. അതില്ലായ്മ ചെയ്ത സമ്പ്രദായ ഈ അടുത്ത കാലത്ത് അത് യഹൂദികൾ കടത്തിവിട്ടതാണ്. മുസ്ലിമീങ്ങൾ മുഴുവൻ അതിൻ്റെ ആളുകളാണ്. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ഞായറാഴ്ചയായിട്ട് അതാണ് നമ്മളെ ചർച്ച. ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുറക്കെ എല്ലാവരും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന സ്വഹീഹുൽ ബുഖാരി സ്വഹീഹുൽ ബുഖാരി. ഇനി ഒരു ഹദീത്ത് കൂടി ഹബീബായ റസൂലുള്ളാഹി പറയാ. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്. അതിന്റെ ഒരു അർത്ഥം തന്നെ എത്ര മനോഹര. സർവസ്തുതിയും അല്ലാഹുവിനല്ലോ. അഹ്യാന, അവൻ ജീവൻ തിരിച്ചു തന്നുവല്ലോ. ബഅദമാ അമാതന, മരിപ്പിച്ചു കിടത്തിയതിനു ശേഷം വഇലൈഹിൻ നുശൂർ, അതിലെ അവനിലേക്കല്ലോ ഞങ്ങളുടെ മടക്കയാത്ര. ഞങ്ങൾ യാത്ര വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ സ്റ്റേഷൻ വിട്ടുകൊണ്ടേ ഇരിക്കാൻ. എങ്ങോട്ടാണ് കടന്നു വരുന്നത്? വഇലൈഹിൻ നുശൂർ, അവനിലാണ് പുനരുത്ഥാന നാളിൽ. അവനിലേക്കല്ലോ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. അവനല്ലോ ജീവൻ തിരിച്ചു നൽകിയത്. ഉറങ്ങിക്കടന്നിട്ട് നൂറ്റാണ്ടുകൾ തിരിച്ച് ജീവൻ കൊടുക്കാത്തവരുണ്ടായിട്ടുണ്ടല്ലോ. അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹു 309 കൊല്ലമാണ് തിരിച്ച് അല്ലാഹു ജീവൻ കൊടുക്കാതിരുന്നത്. റളിയല്ലാഹു അൻഹു. ശരിക്കും മൈക്കൊന്നു 309 കൊല്ലം ആണ്ട് കടന്നു. ഒറ്റ കിടത്തം 309 കൊല്ലാണ്ട് കടന്നു, ഉറങ്ങി. വേറെയോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം കല്ലദി മറ അലാ ഖറിയ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ ഖാല അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹു അല്ലാഹു 100 ആം. 100 കൊല്ലം ഉറക്കി സയ്യിദുനാ ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം. 100 കൊല്ലം 100 ആം തന്നെ ഖുർആൻ പറഞ്ഞു. 100 കൊല്ലം. അതുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാ, ഇത് മനസ്സറിഞ്ഞ, അതിനാണ് അർത്ഥം ഞാൻ പറഞ്ഞത്. മനസ്സങ്ങിട്ടാ പറയാ, മനസ്സറിഞ്ഞിട്ട് പറയാ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന, ജീവൻ തിരിച്ച. ഈ ജീവന്റെ ഒരു വില എത്രയാ. നന്ദി പറഞ്ഞു കഴിഞ്ഞു, നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹ് കലിമത്തു ശുക്രി അഫ്ളൽ സിക്രി അൽഹംദുലില്ലാഹ് വ അഫ്ളലു ശുക്രി അൽഹംദുലില്ലാഹ്. ഏറ്റവും വലിയ അഫ്ളൽ സിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലു ശുക്രി അൽഹംദുലില്ലാഹ് വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് കലിമത്തു ശുക്രി ഖാല റസൂലുള്ളാഹി. തുർമദിയിലുണ്ട് ഹദീസ്. അൽഹംദുലില്ലാഹ് എന്നത് കലിമത്തു ശുക്രാൻ. ഹംദ് കലിമത്തു ശുക്രാൻ. അതുകൊണ്ടാണല്ലോ വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാഅ ഫനിഅമ അജ്റുൽ ആമിലീൻ وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. സ്വർഗത്തിൽ കടന്നാൽ പോലും മുഅ്മിനീങ്ങൾ വാ തോരാതെ വാ പൂട്ടാതെ വിളിച്ചു പറയുന്നത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ.
ഞങ്ങളോട് ചെയ്ത കരാറ് പാലിച്ച അല്ലാഹുവേ നിനക്ക് തന്നെയാണ് സർവസ്തുതയും. ഈ സ്വർഗമണ്ണിനെ നീ ഞങ്ങൾക്ക് സംഭാവന ചെയ്തുവല്ലോ. എവിടെയും വസിക്കാൻ നീ ഞങ്ങൾക്ക് അനുവാദം, അവൻ ഞങ്ങൾക്ക് അനുവാദം നൽകിയല്ലോ. എവിടെയും പറയപ്പെടുന്ന വാക്ക്, സ്വർഗത്തിലെല്ലാരും കയറിക്കഴിഞ്ഞാ പിന്നെ എവിടെയും എന്നുമെന്നും ഖാലിദീന ഫീഹാ എന്നുമെന്നും പറയപ്പെടുന്ന വാക്ക് വഖീലൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാക്കായിരിക്കുമെന്ന് സൂറത്തു സുമറിന്റെ അവസാനത്തെ 3 സുമറിന്റെ അവസാന ഭാഗമാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ ആ വാക്കെന്നെ സ്വർഗത്തിൽ കടന്നിട്ട് പറയുന്ന ആദ്യത്തെ വാക്ക് ഒരു ദിവസത്തെ ഇങ്ങോട്ട് പറയൂ, ഉറക്കം ഇങ്ങോട്ട് പറയൂ. ഈ വാക്കിന്റെ വില നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കേവലം ഒരു ദിക്റല്ല. സ്വർഗത്തിൽ കടന്നാൽ ആദ്യം പറയേണ്ട വാക്ക് വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു. സ്വർഗത്തിൽ കടന്ന ആദ്യം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ് എന്നാണ്. ഒരു ദിവസത്തെ ആദ്യത്തെ വാക്കും അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ റബ്ബേ. എന്തൊരു വാക്കാണ് റബ്ബേ, എന്തൊരു പാഠം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അവനിലേക്കാണ് ഞങ്ങളെ മടക്കയാത്ര, അവനിലേക്കാണ് ഞങ്ങൾ ഓടി വരുന്നത് എന്ന് അല്ലാഹുവിനെ ഒന്ന് അള്ളാന്റെ നിഅമത്തിനെ സ്മരിച്ചു, നന്ദി ചെയ്തു. 2 മആദിനെ ഓർക്കുകയും ചെയ്തു. മുഅ്മിനീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. എന്തൊക്കെ ഇപ്പൊ രാവിലത്തെ ആ ദിക്റിലുള്ളത്? ഒന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, അള്ളാന്റെ നിഅമത്തിനെ ആലോചിച്ചു. ഏതാ നിഅമത്ത്? അഹ്യാനാ ബഅദമാ അമാതനാ ആലോചിച്ചു. നന്ദിയും പറഞ്ഞു, കലിമത്തു ശുക്റായ നന്ദി പറഞ്ഞു. ലൗ കാനത്തിദ് ദുനിയ, തല നിന്റെ അടുത്തേക്ക് തന്നെ ശ്രദ്ധിച്ചാലേ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. നിങ്ങളുടെ അടുത്ത് തന്നെ നോക്കണം. ലൗ കാനത്തിദ് ദുനിയ കുല്ലുഹാ ബിഅവ്വലിഹാ വആഖിരിഹാ ഫീ യദി റജുലിൻ മിൻ ഉമ്മതി ഫഖാല അൽഹംദുലില്ലാഹ് ലകാന അൽഹംദുലില്ലാഹ് അഫ്ളല മിൻ ദാലിക സ്വഹീഹ് മുസ്ലിം. ഈ ലോകം മുഴുവനും അല്ലാഹു ഒരു മനുഷ്യന്റെ കയ്യിലേക്കാണ് വെച്ചു കൊടുത്തു. ഈ ലോകം ലൗ കാനത്തിദ് ദുനിയ കുല്ലുഹാ ബിഅവ്വലിഹാ വആഖിരിഹാ, ഈ ലോകം മുഴുവൻ ഒരാളെ കയ്യിലേക്ക് അല്ലാഹു വെച്ചു കൊടുത്തു. ഫഖാല അൽഹംദുലില്ലാഹ്, അപ്പൊ അയാൾ മനസ്സറിഞ്ഞ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ലകാന അൽഹംദുലില്ലാഹ് അഫ്ളല മിൻ ദാലിക, ആ അൽഹംദുലില്ലാഹ്ക്കാണ് അതിനേക്കാൾ വലിയ വിലയുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം ഇതൊക്കെ ഫാനിയാണ്, അൽഹംദുലില്ലാഹ് ഗൈറു ഫാനിയാണ്. അൽഹംദുലില്ലാഹ് മിൻ കലാമില്ലാഹി കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഈ കൂട്ടത്തിൽ പേർന്ന ഒരാൾ പോലും നാളെ മുതൽ ഇത് മറക്കരുത്. ഇത് മറക്കരുത്, ഭയങ്കര വാക്കാണ്. പിന്നെന്താലോചിച്ചു വഇലൈഹിൻ നുശൂർ, അല്ലാഹുവിലേക്കുള്ള പുനരുദ്ധാന നാൾ. എണീക്കണം ഇപ്പൊ തന്നെ. ഇതാണല്ലോ ഈമാൻ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആഖിറത്തിനെ പറ്റി ബോധമില്ലാത്തതുകൊണ്ടാണ് ഖുർആൻ കുറ്റപ്പെടുത്തിയത്. അൽഹാകുമുത് തകാസുർ ഹത്താ സുറൂതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതസ്തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പറഞ്ഞത് ഖുർആൻ. ശ്രദ്ധിക്കുക. അവസാന നാളിനെ ഓർക്കാത്ത ആളുകളെയാണ് ഖുർആൻ അവിടെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മുഅ്മിൻ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായി രാവിലെ തന്നെ അവൻ പറഞ്ഞു വഇലൈഹിൻ നുശൂർ, പുറപ്പെട്ടു റബ്ബേ, ഞാൻ വീണ്ടും എന്റെ വണ്ടി തുടങ്ങി ഓടുകയാണ്. ഇനി ഞാൻ നിന്നിലേക്ക് അധ്വാനിക്കുകയാണ്. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശരി, സ്വഹീഹുൽ ബുഖാരി മുസ്ലിം വേറൊരു റിവായത്തും കൂടി പറയാം. വേറെ കൂടെ അങ്ങോട്ട് ചെല്ലിയാൽ നല്ല കാര്യമാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, വലിയ ദിക്റാണത്, ഭയങ്കര
ടോപ്പ് ദിക്റ. അതുകൊണ്ടാണ് ഞാൻ ഇനി ഇത് പറയാൻ പോണത്. ശ്രദ്ധിക്കണേ, ഉറങ്ങരുതേ, ശ്രദ്ധിക്കണേ, എല്ലാവരും മനപ്പില്ല. ഇതൊക്കെ ഒരു സെക്കൻഡ് മതി ഇതൊക്കെ ചെല്ലാന്. അതിനായിട്ട് ഒരുങ്ങേണ്ട മുസ്ലിം എന്തൊന്നും ആവശ്യമില്ല. ഈ കക്കൂസിലേക്ക് നടക്കേണ്ട ഇടയിൽ ഈ ദിക്ർ മുഴുവനും ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, 1 മിനിറ്റ് 1/2 മിനിറ്റ് കഴിഞ്ഞു. അതിനുള്ള ഒരുങ്ങിനൊക്കെ അതൊരു വിഷയമല്ല. നോക്ക്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഖാല തങ്ങൾ പറഞ്ഞു, ഇദസ്തയഖല അഹദുക്കും, ആരെങ്കിലും തന്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു പോയാൽ, മിൻ നൗമിഹി, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു പോയാൽ, ഫൽയഖുൽ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. ഹബീബായ റസൂലുള്ളാഹി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാത്ത ദിക്റാ. ഹബീബായ റസൂലുള്ളാഹി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഉറക്കിൽ നിന്ന് ഉണർന്നു പോയാൽ അയാൾ പറയണം, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ആഫാനി ഫീ ജസദി, എന്റെ തടിയിൽ അവൻ ആരോഗ്യം തിരിച്ചു തന്നിരിക്കുന്നു. മാത്രമല്ല ആഫിയത്ത് തന്നിരിക്കുന്നു. വറദ്ദ അലയ്യ റൂഹി, എന്റെ ആത്മാവ് അല്ലാഹു എനിക്ക് മടക്കി തന്നിരിക്കുന്നു. വഅദിന ലീ ബിദിക്രിഹി, ഇനി അല്ലാഹു തആല ഓർക്കാനുള്ള തൗഫീഖും അല്ലാഹു എനിക്ക് തന്നിരിക്കുന്നു. വല്ലാത്തൊരു തൗഫീഖാണ്. കോടിക്കണക്കായ മനുഷ്യന്മാരൊന്ന് നേരം വെളുത്തിട്ട് എണീറ്റല്ലോ, അള്ളാഹിനെ ഓർത്തെണീറ്റവർ ഖലീലമ്മ. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെടാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, ഇനി വേറെ ദിക്ർ, അതും പ്രധാനമാണ്. അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ട് പ്രധാനമാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉന്നാം ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാല ഹീന യുസ്ബിഹു, ഒരാൾ സുബ്ഹിന്റെ നേരത്ത് എണീറ്റപ്പോൾ പറഞ്ഞു, എന്ത്? അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകൽ ശുക്രു ഫഖദ് അദ്ദാ ശുക്ര യൗമിഹി. വല്ലാത്ത വാക്ക, ശ്രദ്ധിക്കണേ. ഹബീബായ നബി പറഞ്ഞു, വർക്കട് പറയാ, ഹബീബായ നബി പറഞ്ഞു, വല്ലാത്ത ദിക്റല്ലുള്ള അതൊക്കെ. ഈ പറഞ്ഞ ദിക്റുകളൊക്കെ 5 മിനിറ്റ് കൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൊത്തം തീരും, നടത്തത്തിൻ്റെ ഇടയിൽ തീരും. അത് കക്കൂസിൽ പോകാൻ പോടുകയാണ്, അവിടെ പകുതി എത്തിയപ്പോൾ നിർത്തിയെങ്കിൽ അവിടെ നിന്നോട്ടെ. ഇനി അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ബാക്കി ഒന്നുവിൻ്റെ നേരത്തും ഒന്നിലേക്ക് കഴിഞ്ഞിട്ട് പള്ളിയിൽ നടക്കുമ്പോഴും ബാക്കി പറഞ്ഞാൽ മതി. എന്തിനാ ഒരു വിഷയമുള്ളൂ? ഒക്കെ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിലൊക്കെ ചെയ്താൽ മതി. ചെല്ലിൻ്റെ ഇടയിൽ ബാക്കി പിന്നെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ മതി. ശ്രദ്ധ ഉണ്ടാവണം എന്ന് മാത്രം. ഹബീബായ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരാൾ പ്രഭാതത്തിൽ എണീറ്റ് പോയാൽ അവൻ പറയേണ്ടതാണ്, അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകൽ ശുക്രു. ഈ ഒരു ദിക്റിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഒന്ന് അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമ, എന്റെ തടിയിൽ നീ ഈ പ്രഭാതത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള എല്ലാ നിഅമത്തുകളും. പിന്നെ ഔ ബി അഹദിൻ മിൻ ഖൽഖിക, ഈ എന്റെ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ജീവിക്ക് ചെയ്ത് ലഭിച്ചിട്ടുള്ള നിഅമത്തുകളും. ഫമിൻക വഹ്ദക, അത് നിന്നിൽ നിന്ന് മാത്രമാണ്. അപ്പൊ തനിക്ക് കിട്ടിയ നിഅമത്തിനും ശുക്ർ ചെയ്തു, ലോകത്തിന് കിട്ടിയ നിഅമത്തിനും ശുക്ർ ചെയ്തു. നോക്കൂ നിങ്ങൾ, മനല്ലേ വാസിഅ സദറുള്ള ആള്, എത്ര വിശാലാണത്. ഇവന്റെ ശത്രുവായ അയൽവാസി ഈ ദിക്റിന്റെ അർത്ഥം മനസ്സിലാക്കിയ നാളെ മുതൽ ശത്രു അല്ല. കാരണം ഈ അയൽവാസിക്ക് വേണ്ടി ഓൻ രാവിലെ തന്നെ ദുആ ചെയ്തിട്ടുണ്ട്. അയൽവാസിയുടെ നിഅമത്തിന് വേണ്ടി, ശത്രുവിന്റെ നിഅമത്തിന് വേണ്ടി, തന്റെ സമുദായം. ഈ ലോകത്ത് നിങ്ങൾ നോക്ക്, നിരീശ്വരവാദിയിൽ വരെ അള്ളാഹു ജീവൻ എന്ന കാര്യത്തെ, ഭക്ഷണം എന്ന കാര്യത്തെ നിക്ഷേപിക്കുന്നുണ്ടല്ലോ. അതാണ് അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകൽ ശുക്രു എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ ഫഖദ് അദ്ദാ ശുക്ര യൗമിഹി, ആ പകലിന്റെ ശുക്ർ അയാൾ ചെയ്തു. പിന്നെയോ
അതേപോലെ തന്നെ അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമ ഔ ബി അഹദിൻ മിൻ ഖൽഖിക് ഫമിൻക വഹ്ദക ലാ ശരീക ലക് ഫലകൽ ഹംദു വലകൽ ശുക്രു എന്ന് വൈകുന്നേരം പറഞ്ഞാൽ വഖദ് അദ്ദാ ശുക്ര ലൈലതിഹി, ആ രാത്രിയുടെ ശുക്രും അവൻ ചെയ്തു കഴിഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ആവുമ്പോ അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമ, വൈകുന്നേരം ആവുമ്പോ മാ അംസാ ബി മിൻ നിഅമ എന്ന് പറയാ. ദിക്ർ പിന്നീട് എഴുതി തരുമ്പോൾ ശ്രദ്ധിക്കുക, അതും പ്രധാനപ്പെട്ട ദിക്റാണ് എന്ന്. ഇനി പ്രധാനപ്പെട്ട ഒരു ദിക്ർ സുബഹിയിലും വൈകുന്നേരവും വേറെ വേറെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട, ഞാൻ നീട്ടുന്നില്ല, ചുരുക്കാണ്, ഞാൻ കൊണ്ടുവന്ന് തന്നെ മുഴുവങ്ങളോട് പറയണില്ല, നിങ്ങൾക്ക് പേടിയാവുമെന്ന് എനിക്ക് പേടിയാവുകയാണ്. അതുകൊണ്ട് കുറക്കാണ്, ഞാൻ പരമാവധി കുറക്കാണ്. ഇതൊക്കെ എളുപ്പമാണ്. ഇതാണ് പഠിച്ചാൽ പിന്നെ അതിന്റെ ബാക്കി നമുക്ക് അടുത്തോളം പറയാം. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന്, എല്ലാ രാവിലെയും മറക്കരുത് എന്ത് പറയാൻ, അസ്ബഹന വ അസ്ബഹൽ മുൽകു ലില്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ ഇത് ചെല്ലണവരാണ് എന്ന് എനിക്കറിയാം. ഓഫീസിൽ പോണവരെ, പൊന്നാര മക്കളെ, അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. കച്ചവടക്കാരെ, ഉദ്യോഗാർത്ഥികളെ, പഠിക്കുന്നവരെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, ഇതിൽ നമ്മൾ വളർന്നു വരണം. അതാണ് നമ്മൾ ഇസ്ലാമിയത്തിലേക്ക് മടങ്ങാന്ന് പറയുന്നത്. അല്ലാതെ 4 പ്രസ്താവന ഇറക്കിയിട്ട് സമുദായം രക്ഷപ്പെടുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. സമുദായം രക്ഷപ്പെടുന്നത് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എവിടെയാണ് ആ രക്ഷ എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ആണ് വിഷയം. സമുദായം രക്ഷപ്പെടുന്നൊക്കെ ഉണ്ട്, ചിലർക്കൊക്കെ ഉണ്ട് സമുദായം രക്ഷപ്പെട്ട് കിട്ടണമെന്ന്. സമുദായം പ്രസ്താവനകൾ കൊണ്ട് രക്ഷപ്പെടുകയില്ല. അല്ലാഹുവിലേക്ക് ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ആദ്യകാലത്തെ ജനങ്ങൾ രക്ഷപ്പെട്ടത് കൊണ്ടല്ലാതെ അവസാനത്തെ ജനതക്ക് രക്ഷപ്പെടാനേ സാധ്യമല്ല. അവരെ പ്രഭാതങ്ങൾ ഇങ്ങനെയായിരുന്നു. അവർക്കൊരാളെ പേടിക്കേണ്ടതില്ല. എന്തുകൊണ്ട് അവർ രാവിലെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, പിന്നെ അതിന്റെ ഐക്യരാഷ്ട്രസഭന്റെ ജനറൽ സെക്രട്ടറിയേക്കാൾ വലിയ ആളെ ഉറപ്പിച്ചിട്ട് പോരുകയാണ്. പിന്നെന്താണ് അവർക്ക് പേടി? എന്താ രാവിലെ പറയേണ്ടത്? അസ്ബഹന, ഞങ്ങൾക്ക് പ്രഭാതം വന്നുവല്ലോ. വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ്, ഇന്നും ഭരണാധികാരി നീ മാത്രമാണ്. അങ്ങനെയാണ്. ഇവിടെയൊക്കെ ചിലർ ഭരണാധികാരി എന്നൊക്കെ പറയുന്നുണ്ട്. അത് 2 ദിവസത്തെ ഭരണാധികാരി മാത്രമാകുന്നു. അങ്ങനെ അത്രേ ഉള്ളൂ. ആ ഭരണാധികാരികളൊക്കെ പിന്നീട് അങ്ങാടികളിൽ കാക്കകൾ കാഷ്ടിക്കുന്ന പ്രതിമകൾ ആയി മാറുന്നതാണ്. എന്നാൽ അന്ത ഹയ്യുൻ ലാ തമൂത്ത്, നീ ഒരിക്കലും മരിക്കാത്തവനാണ്. അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും ഏതാളുകളാണെങ്കിൽ, എത്ര വലിയ ആളുകളാണെങ്കിലും, ലോകത്തെ കുടുകുടാ ചിരിപ്പിച്ച ചാർലി ചാപ്ലിന്റെ മരണവേളയെ ഹൃദയസ്പൃക്കായി ഒരു ലേഖകൻ എഴുതിയത് ഒരിടത്ത് ഞാൻ വായിക്കണ്ടായി. അയാളെ മരണവെപ്രാളത്തെ വായിച്ചിട്ട് ഞാൻ തന്നെ കരഞ്ഞുപോയി. ലോകത്തെ കുടുകുടാ ചുരിപ്പിച്ച എക്കാലത്തെയും വലിയ മിമിക്രിസ്റ്റായിരുന്നു ചാർലി ചാപ്ലിൻ. അതേപോലെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ചിത്രമുണ്ട്. ഞാനത് രാഷ്ട്രീയത്തിന് വേണ്ടി പറയാമെന്ന് വിചാരിക്കരുത്, ഞാൻ നിങ്ങൾ അനുവാദത്തോടു കൂടി പറയുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ചിരിപ്പിച്ച രാഷ്ട്രീയ നേതാവ് ഒരു പക്ഷേ EK നായനാരായിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്നാൽ ആ മനുഷ്യനെ ലണ്ടനിലേക്ക് അവസാനമായി ചികിത്സക്ക് കൊണ്ടുപോകുന്ന അന്നത്തെ പത്രങ്ങൾ, വീട്ടുകളുണ്ടെങ്കിൽ ഫയലുകൾ പരിശോധിക്കുക. എൻ്റെ മനസ്സിൽ നിന്ന് ആ ചിത്രം പോണില്ല. കേരളത്തെ ഏറ്റവും കുടുകുടാ ചിരിപ്പിച്ച മനുഷ്യൻ അവസാനത്തെ ചികിത്സക്ക് വേണ്ടി കാറിൽ കയറുമ്പോൾ പൊട്ടിക്കരയണപ്പോൾ ചിത്രം, മനോരമ, മാതൃഭൂമി എല്ലാം കൊടുത്തിരുന്നു. നായനാർ കരയാണ്. എന്തിനു വേണ്ടി? എല്ലാ മനുഷ്യർക്കും മരണത്തെ പേടിയാണ്. ഈശ്വരവാദിക്കും നിരീശ്വരവാദിക്കും, ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും. അത് വലിയൊരു പാഠാണ്. അങ്ങനെ എൻ്റെ മനസ്സിന്ന് പോവാത്ത ഒരു ചിത്രമാണത്. EK നായനാർ കരയാന്ന് പറഞ്ഞാൽ അത് അയാൾ ചിരിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ കരഞ്ഞത് ഞാൻ കണ്ടു, പത്രം നമ്മളൊക്കെ കണ്ടു. മരണത്തെ എല്ലാവർക്കും പേടിയാണ്. ചാർലി ചാപ്ലിനെ പോലത്തെ ആളുകളൊക്കെ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ ഭരണാധികാരികളും എത്ര വലിയ ഭരണാധികാരികളായാലും അവരൊക്കെ ഇദാ കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد.
ഞാറ്റുവേലകളിൽ മാറി വരുന്ന ഋതുഭംഗങ്ങളിൽ മാറി വരുന്ന സസ്യങ്ങളെ പോലെയാണ്. അതിങ്ങനെ വീണുടഞ്ഞ് നശിച്ചു പോകാനുള്ളതാണ്. എന്നാൽ ഞങ്ങൾക്ക് പ്രഭാതം വന്നു. ഈ പ്രഭാതത്തിലും രാജസ്ഥാനം അല്ലാഹുവിന് തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു, അവനേകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു, അധികാരസ്ഥാനം അവനു മാത്രമാണ്. വലഹുൽ ഹംദു, സർവസ്തുതിയും അവനു മാത്രമാണ്. യുഹ്യീ, അവനാണ് ജീവിപ്പിക്കുന്നത്. വയുമീതു, അവനാണ് മരിപ്പിക്കുന്നത്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, എന്തിനും പോന്നവൻ അവൻ മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊന്നും ഒരു കഴിവുമില്ല. ഇത് പറയാത്തൊരു രാവിലെ ഉണ്ടാക്കി ചെയ്യരുത്. കാരണം തൗഹീദിന്റെ കട്ടിയാണ് ഈ ദിക്റുകളൊക്കെ. പക്ഷെ തൗഹീദ് എന്ന് പറഞ്ഞ് നടന്ന ചില ആളുകൾക്കൊന്നും ദിക്റിനെ മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. തൗഹീദിന്റെ കട്ടിയ ദിക്ർ, എല്ലാം തനി കട്ടിയ ദിക്ർ എന്ന് പറയുന്നത് തൗഹീദിന്റെ കട്ടിയ. എന്നിട്ട് എന്റെ ദിക്റിന്റെ പ്രാധാന്യം മനസ്സിലാകാഞ്ഞോ എന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് തൗഹീദിനെ ആത്മാർത്ഥമായി സമീപിക്കാൻ ചില സഹോദരങ്ങൾ മടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തോന്നിയതുപോലെ സംഘടനാപരമായ താല്പര്യത്തിൽ തൗഹീദിനെ വളച്ചു കൊണ്ടുപോയി എന്നല്ലാതെ തൗഹീദിന്റെ ആനന്ദത്തിൽ തൗഹീദിലേക്ക് നോക്കാൻ പലർക്കും കഴിഞ്ഞില്ല എന്നത് കേരളത്തിൽ പലയിടത്തും പ്രചരിപ്പിക്കപ്പെട്ട തൗഹീദിയൻ ആശയങ്ങളുടെ വൈകല്യമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തൊരു ദിക്ർ ഉറക്കണ്ട് പറയും, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രഭാതം പ്രദോഷം അങ്ങനെ തന്നെ. അംസൈനാ വഅംസൽ മുൽകു ലില്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഞങ്ങൾക്ക് പ്രദോഷം വന്നു. ഈ പ്രദോഷത്തിന്റെയും ഭരണാധികാരി അംസൈന, ഞങ്ങൾക്ക് പ്രദോഷം വന്നു. അംസ അംസ ഹംസ് മീം സിന് അംസ, മനസ്സിലായില്ലേ? അംസ അംസൈന, നമുക്ക് പ്രദോഷം വന്നു. അംസൽ മുൽക്കു ലില്ലാഹ്, ഈ പ്രദോഷത്തിന്റെയും ഈ വൈകുന്നേരത്തിന്റെയും ഈ രാത്രിയുടെയും ഭരണാധികാരി അല്ലാഹു തന്നെ. ലാ ഇലാഹ വഹ്ദഹു ലാ ശരീക ലഹു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹുവിന്റെ ബറക്കത്തും അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. അല്ലാഹു തആല നരകത്തിൽ രക്ഷപ്പെടാനും അല്ലാഹുവിന്റെ റഹ്മത്ത് നേടാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അടുത്ത കാര്യം, എന്നിട്ട് വേഗം നിസ്കരിക്കാൻ പോകുക. സുബഹി നിസ്കരിക്കാൻ നിസ്കാരം വളരെ ശ്രദ്ധിക്കണം. നിസ്കാരം എന്ന് പറയുന്ന സ്വലാത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അനവധി തവണ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളിൽ നിലനിൽക്കണമെങ്കിൽ അയാളിൽ നിസ്കാരം ഉണ്ടാവും. നമസ്കാരം നിലനിർത്താതെ ഒരാളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിൽക്കുകയില്ല. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. അതിന് പറഞ്ഞ ഹദീസ് തന്നെ ഗൗരവമുള്ള ഹദീസാണല്ലോ. സ്വലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ വമൻ തറകഹാ ഫഖദ് ഹദമദ്ദീൻ. അസ്സലാത്തു ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ് നമസ്കാരം. നമസ്കാരം വീണു പോകുന്നതോടുകൂടെ ദീൻ വീണു പോകുന്നതാകുന്നു. ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ വമൻ തറകഹാ ഫഖദ് ഹദമദ്ദീൻ. നിസ്കാരം നിലനിർത്തിയവൻ ദീനിനെ നിലനിർത്തി, നിസ്കാരം ഒഴിവാക്കിയവൻ ദീനിനെ പൊളിച്ചു. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ബാബരി മസ്ജിദ് പൊളിച്ചവൻ ഒരു പള്ളി പൊളിച്ചു, നിസ്കാരം ഒഴിവാക്കിയവൻ ദീൻ തന്നെ പൊളിച്ചു എന്നുള്ളതാണ് ഗൗരവമുള്ള വിഷയമാണ്. ബാബരി മസ്ജിദ് പൊളിച്ചവൻ ഒരു പള്ളി പൊളിച്ചു, അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്.
10-14 കൊല്ലായിട്ട് മനസ്സിന്ന് പോയിട്ടില്ല, ഇങ്ങോട്ട് പോവില്ല. അള്ളാഹു അത് മടക്കി തരാൻ തൗഫീഖ് ചെയ്യട്ടെ. എത്ര വലിയ ഇസ്ലാമിന്റെ ചരിത്രം മലയാള ഇന്ത്യയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആ അക്രമികൾക്കെതിരെ ഏത് മുസൽമാന്റെയും കണ്ഠനാടിയിൽ നിന്ന് പ്രാർത്ഥനകൾ, അള്ളാഹുവിനോട് ഈ വിഷയത്തിൽ പ്രാർത്ഥന ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അവർക്കെതിരെ പ്രാർത്ഥിക്കും. ഉറപ്പാണ്. ഈമാൻ ചങ്കിലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു അത് മടക്കി തരട്ടെ. അങ്ങനെ അത്രേ ചെയ്യാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയുള്ളൂ. മുസ്ലിമീങ്ങൾ സാധുക്കളാ. മാത്രല്ല മുസ്ലിമീങ്ങളുടെ ആയുധം മുഹമ്മദ് നബി പറഞ്ഞു, വലിയൊരു ആയുധമുണ്ട് മുസ്ലിമീങ്ങളുടെ കയ്യിൽ. ആ ആയുധേ ഉള്ളൂ താനും. ആയുധം മതി. ഹബീബായ നബി പറഞ്ഞത് അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, സത്യവിശ്വാസിയുടെ ആയുധം, ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാകുന്നു. സത്യവിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണെന്ന് മുഹമ്മദ് നബി. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ചിന്തിക്ക, ഒരു പള്ളി പൊളിച്ചാൽ ഒരു പള്ളി പൊളിച്ചു. എന്നാൽ നിസ്കാരത്തിന് മടി കാണിച്ചവൻ ദീനിനെ പൊളിച്ചു കളഞ്ഞോന്ന് ഹബീബായ നബി. തല തുറന്നോളൂ. നിസ്കരിക്കാതെ അള്ളാന്റെ സ്വർഗം കാണുമെന്ന് വിചാരിക്കുന്ന വേണ്ട ഒരിക്കലും. എന്തുകൊണ്ട്? ഇങ്ങോട്ട് നോക്കൂ. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബുൽ യമീൻ ഫീ ജന്നാത്തിൻ യതസാഅലൂന അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. നരകക്കാരോട് സ്വർഗക്കാർ വിളിച്ചു ചോദിക്കും. നരകക്കാർ അലമുറ കൊള്ളുകയും ചെയ്യും. നരകക്കാർ അലമുറ കൊള്ളും, സ്വർഗക്കാരോട് വിളിച്ചു ചോദിക്കും. അനഫീലു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. ഒരു ലേശം വെള്ളം അങ്ങോട്ട് പാർന്നു തരും സ്വർഗക്കാരെ. നിങ്ങളടുത്തല്ലേ പാലൊഴുകുന്ന പുഴയുള്ളത്? ഞങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ടല്ലോ. നിങ്ങളടുത്തല്ലേ പാലിന്റെ പുഴയുള്ളത്? നിങ്ങളടുത്തല്ലേ തേനിന്റെ പുഴയുള്ളത്? നിങ്ങളടുത്തല്ലേ മനോഹരമായ ഉദ്യാന മനോഹരമായ അരുവികൾ ഒഴുകുന്നത്? അനഫീലു അലൈനാ മിനൽ മാ. കുറച്ച് വെള്ളം അറാഫിലുണ്ട് ഈ ആയത്ത്. കുറച്ച് വെള്ളം ഞങ്ങൾക്ക് ചോദിച്ചു തരൂ എന്ന് സ്വർഗക്കാരോട് നരകക്കാര് പറയുമ്പോ നരകക്കാരോട് സ്വർഗക്കാർ ചോദിക്കും, എന്തെങ്ങൾക്ക് പറ്റിയതാണ്? ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല എന്ന് അവർ മറുപടി പറയും. എന്നാ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമസ്കാരം വളരെ ഗൗരവമുള്ള വിഷയമാകുന്നു. നമസ്കാരം വളരെ അതിപ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് നമസ്കാരം വളരെ ശ്രദ്ധിക്കണം. ആരെങ്കിലും സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ അവന്റെ 2 ചവിട്ടിലും പിശാച് മൂത്രമൊഴിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി. 2 ചവിട്ടിലും പിശാച് മൂത്രമൊഴിക്കും. എന്നോട് ഫറൂഖ് എന്ന് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് എന്നോടൊരു മൗലവി പറഞ്ഞു, അത് മുസ്ലിംമാർ വെറുതെ ഉണ്ടാക്കിയ ഒരു വർദ്ധാനാണ്, അങ്ങനത്തെ ഹദീസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഹദീസ് തുർമുദിയിലുണ്ട്. ഞാൻ ആ ഹദീസ് അയാൾ പറഞ്ഞ ശേഷം പിന്നെ ഒന്നും കൂടി പോയി നോക്കി. എനിക്കേറ്റ പേച്ചോ റബ്ബേന്നറിയാൻ. ഹദീസ് തുർമുദിയിലുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന വിഷയം പറഞ്ഞിട്ട് മുസ്തഫ നബി പറയുന്നുണ്ട്, മൻ നാമ അനി സുബഹി ഔ കമാ ഖാൽ എന്ന് പറയുന്നുണ്ട്. സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങിയാൽ ബാല ശൈത്വാനു ഫീ ഉദ്നൈഹി, 2 ചവിട്ടിലും പിശാച് മൂത്രമൊഴിക്കുമെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹിനെ സ്വർഗം കിട്ടൂല. ഇവിടെ അങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ മൂക്കിൽ പഞ്ഞി വെക്കണ വരെ ആളായിട്ട് ഇങ്ങനെയാണ് പോവുക. കുറച്ചു കാലം പിന്നെ നടക്കൂല. ഇവിടെ എങ്ങനെയാണ് പോവുക, പിന്നെ നടക്കൂല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിസ്കാരം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തിയാണ്. അങ്ങനെയാണ്. എപ്പോഴെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തകർച്ച സംഭവിച്ചോ അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ എവിടെയെങ്കിലും ഒളിവിൽ കുറച്ച് ആയുധം വാങ്ങിക്കൂട്ടിക്കോളൂ, നല്ല നിസ്കരിച്ചോളൂ, നിങ്ങൾ എങ്ങനെയും കുറച്ച് കള്ളത്തോക്ക് ഉണ്ടാക്കിക്കോളൂ എന്നല്ല പറഞ്ഞത്. വഔഹൈനാ ഇലാ മൂസാ വഅഖി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്റ ബുയൂത
وجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. അങ്ങനെയാണ് സൂറത്ത് യൂനുസിന്റെ 87-ാമത്തെ വചനം. സൂറത്ത് യൂനുസ് അങ്ങനെയാ പറഞ്ഞത്. ഫറോവയുടെ ശാസ്ത്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ സയ്യിദുനാ മൂസ തങ്ങളോടും അവിടുത്തെ ഏട്ടനായ സയ്യിദുനാ ഹാറൂൻ അലൈഹിമസ്സലാത്തു വസ്സലാം അവരോടും പറഞ്ഞു, അന്തബവ്വഅ ലിഖൗമികുമാ ബിമിസ്റ ബുയൂത വജഅലൂ ബുയൂതകും ഖിബ്ല വഅഖീമുസ്സലാഹ വബശ്ശിരിൽ മുഅ്മിനീൻ. നിങ്ങൾ വീടുണ്ടാക്കിയിട്ട് വീട്ടിൽ കയറൂ. വീടുണ്ടായില്ല ഇസ്രായേലികൾക്ക്. അവര് പിരമിഡുകൾ പണിഞ്ഞവരുമായിട്ട് അടിമകളുമായിരുന്നു. കാണുന്നിടത്തവരൊക്കെ കടന്നുറങ്ങുന്ന അടിമകളായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു, വീടുണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ആദ്യം വീടുണ്ടാക്കൂ. എന്തിനാ വീടുണ്ടാക്കിയത്? ഖുർആനിൽ വീടുണ്ടാക്കാൻ പറഞ്ഞ് നിസ്കരിക്കാനാണ്. വീടുണ്ടാക്കാൻ പറഞ്ഞ് നിസ്കരിക്കാനാണ്. അതുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു കാര്യം പ്രത്യേകം വീട്ടിൽ ഗൗനിക്കണം. നിസ്കരിക്കാനാ പറഞ്ഞത്. അങ്ങനെയാ. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وجعلوا بيوتكم قبلة وأقيموا الصلاة. നിങ്ങൾ നിസ്കരിച്ചോളൂ, എന്നാൽ വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയുണ്ടാകും എന്ന് പറഞ്ഞു. നിസ്കാരത്തിന്റെ ബറക്കത്തിൽ മുങ്ങിച്ചത്തു ഫറോവ ലഅനത്തുല്ലാഹി. ശുഐബ് നബി, സയ്യിദുനാ ശുഐബ് ശത്രുക്കളോട് പടവെട്ടിയപ്പോൾ ശത്രുക്കൾ പറഞ്ഞത്, ഖാലു യാ ശുഐബ് അസ്സലവാതുക തഅമുറുക അൻ നത്റുക മാ യഅബുദു ആബാഉനാ ഔ അൻ നഫഅല ഫി അംവാലിനാ മാ നശാ ഇന്നക അൻതൽ ഹലീമുർ റശീദ്. ഖാലു അവർ പറഞ്ഞു, യാ ശുഐബ്, ശുഐബ് ഞങ്ങളോട് ഇങ്ങനെ നിരന്തരമായ സമര നൈരന്തര്യത്തിൽ ഏർപ്പെടണമെന്ന് നിന്റെ നിസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത് എന്ന് ആ നാട്ടുകാർ ശുഐബ് നബിയോട് ചോദിച്ചു. ഇന്നക അൻതൽ ഹലീം, നീ പഴയ കാലത്ത് വലിയ സമാധാനിയായിരുന്നല്ലോ. ഞങ്ങൾ ചെറുപ്പക്കാരനായ ശുഐബ്, ഇപ്പൊ നീ ആള് മാറിയല്ലോ, എന്തായാലും ധീരനായല്ലോ, എവിടുന്ന ഈ ശക്തി കിട്ടിയത് നിസ്കാരത്തെന്നോ എന്ന് ആ നാട്ടുകാർ ചോദിച്ചു. അങ്ങനെയാണ് എവിടെയും നമസ്കാരം, നമസ്കാരം തന്നെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അള്ളാഹിനോട് പറഞ്ഞു, ഇദ്ഹബാ ഇലാ ഫിർഔൻ, ഫറോവയിലേക്ക് പോകൂ എന്ന് മൂസ നബിയോടും ഹാറൂൻ നബിയോടും അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു പറഞ്ഞപ്പോ, ഖാല റബ്ബനാ ഇന്നാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്വാ. സൂറത്ത് ത്വാഹ. ഞങ്ങൾക്ക് പേടിയാണ് അല്ലാഹുവേ അവന്റെ അടുത്തേക്ക് പോവാൻ, അവൻ വലിയ അക്രമിയാണല്ലോ എന്ന് പറഞ്ഞു. ഖാല, അല്ലാഹു പറഞ്ഞു, ലാ തഖാഫാ ഇന്നി മഅകുമാ അസ്മഉ വ അറാ. പക്ഷേ ഇതിന്റെ തൊട്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്, വലാ തനിയാ ഫീ ദിക്രി. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളൊപ്പുണ്ട് എങ്കിൽ പേടിക്കണ്ട. പക്ഷെ ഇന്നൊപ്പുണ്ടാവണമെങ്കിൽ, ഞാൻ നിങ്ങളെ വീട്ടിലുണ്ടാകണമെങ്കിൽ, ഞാൻ നിങ്ങളെ ബെഡിലുണ്ടാകണമെങ്കിൽ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ, നിന്റെ ഭക്ഷണത്തിലുണ്ടാകണമെങ്കിൽ, നിന്റെ യാത്രയിലുണ്ടാകണമെങ്കിൽ, ശത്രുവിനെതിരെയുള്ള നിന്റെ എണീറ്റ് നിൽക്കലിന്റെ ആർജവത്തിലുണ്ടാകണമെങ്കിൽ, വലാ തനിയാ ഫീ ദിക്രി, എന്റെ ദിക്റിൽ വീഴ്ച വരുത്തരുത്. ദിക്ർ എന്നാൽ പ്രധാനമായി ഇവിടെ നമസ്കാരമാണ്. ശ്രദ്ധിക്കണം, നിസ്കാരം സംഘശക്തിയാണ്. നിസ്കാരമില്ലാത്തവന് ഈമാന്റെ ഒരു ശക്തി ഉണ്ടാവില്ല. അവൻ വിളക്കിന്റെ മേൻഡിൽ മാത്രമാവും, ഒരു മുന്നോട്ടാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ഒരു ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. ചിന്തിക്കണം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ചിന്തിക്കണം. ഹബീബായ നബി എന്തേ അള്ളാഹു പറഞ്ഞു? എന്റെ ഹബീബായ നബിയോട് പറഞ്ഞു, മക്കയിൽ ഹബീബായ നബിയെ പരമാവധി വഷളാക്കാൻ മക്കക്കാർ തീരുമാനിച്ചു. വഷളാക്കന്നെ, പരാജയപ്പെടുത്തന്നെ, വഷളാക്കൻ. ഒരു ദിവസത്തേക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട ഭക്ഷണം വിധിക്കുന്നത്, ഒരു
ദിവസത്തേക്ക് പൊരുത്തപ്പെട്ട സൗകര്യം അല്ലാഹു വിധിക്കുന്നത് ബൈന തുലൂഇൽ ഫജ്രി വ തുലൂഇശ് ശംസി. ഫജ്ർ ഉദിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിനിടയിലാണ്. അപ്പോൾ ദാക്കിറായി ഉണർന്ന് അള്ളാനെ ആലോചിച്ചിരിക്കുന്നവർക്ക് പൊരുത്തത്തിന്റെ ഭക്ഷണം ലഭിക്കൂ, അല്ലാത്തത് പിശാച് സ്പർശിക്കുന്ന ഭക്ഷണമാകും എന്ന് ഹബീബായ നബി നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഭക്ഷണം പല നിലക്ക് കിട്ടുമല്ലോ, കള്ളനും ഭക്ഷണം കിട്ടല്ലോ, പക്ഷെ പിശാച് സ്പർശിച്ച ഭക്ഷണമല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ പറഞ്ഞത്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം. ഇതിനെന്ത് വേണം? സുബഹി നിസ്കരിച്ചിട്ട് പിന്നെ ഉറക്കങ്ങോട്ട് പറയും. സുബഹി നിസ്കരിച്ചിട്ട് ഉറങ്ങരുത് എന്നല്ല, കിടക്കരുത്. ഉറങ്ങൽ പിന്നെയല്ല, കിടക്കരുത്. കിടക്കുന്ന ആളുകളെ അടിച്ചു വിളിക്കുക എന്ന സമ്പ്രദായം പഴയ കാലത്ത് ഉസ്താദ്മാർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ്. ഞാൻ ഉസ്താദ്മാരൊക്കെ എത്ര വലിയ മനുഷ്യന്മാരാവുമെന്ന് ആലോചിക്കുക. അന്ന് ഉസ്താദ്മാരങ്ങനെ വിളിക്കുമ്പോൾ നമുക്കതൊക്കെ വലിയ ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു. ഒരു മനുഷ്യന് പഠിച്ചിട്ടാണ് കിടക്കണം, എന്നിട്ടും ഒന്ന് കിടക്കാൻ സമ്മതിക്കണില്ലല്ലോ റബ്ബേ. സത്യത്തിൽ ആ മനുഷ്യന്മാർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം എത്രയാ. ഇന്നലെ മിനിഞ്ഞാൻ നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഉസ്താദൊക്കെ എത്രയോ ആളുകളെ ചൂരൽ കൊണ്ട് കാലിൻ്റെ നെരിയാണി കാട്ടിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. സുബ്ഹി നിസ്കരിക്കുന്ന നേരത്തെ വലിയ മനുഷ്യന്മാരെ അടിക്കണ കണ്ടിട്ടുണ്ട്. അടി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അടി ദർസാളിന് അടി ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് പതപ്പെടുത്തിട്ട് ഓരോരുത്തർ പായുക. ഉസ്താദ് താഴെ ദർസിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ സൈഡാവും. പെട്ടെന്ന് അതിനിടയിൽ ദർസ് നിർത്തിയിട്ട് പെട്ടെന്നൊന്ന് മേലൊക്കെ കയറി നോക്കുമ്പോൾ ഒക്കെ സൈഡായിട്ടുണ്ടാവും. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൈഡായതായിരിക്കും. പിന്നെ അടി കാലിൻ്റെ ഞെരിയാണിക്കാണ് അടി കിട്ടുക. അത് തലച്ചോറ് പതക്കുന്ന സ്ഥലം. അതൊക്കെ കുറച്ച് ഏറെയുള്ള ശിക്ഷണമല്ലേ എന്ന് അന്ന് തോന്നിയിരുന്നു. കാരണം അന്ന് നമുക്കിത് മനസ്സിലായിരുന്നില്ല. സത്യത്തിൽ നമ്മളെ ഭക്ഷണത്തിന് വഴി തുറന്നു തരാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. ഗുരുനാഥന്മാരെ ശിക്ഷണം ഉണ്ടായതുകൊണ്ടാണ് പഴയ കാലത്ത് മുഅ്മിനീങ്ങൾ നന്നായത്. അതേത് ഗുരുനാഥന്മാർ? ആ ഗുരുനാഥന്മാർ ശിക്ഷണം കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ദീനിനെ നടപ്പിൽ വരുത്തുന്ന ഗുരുനാഥന്മാരാണ്. ഗുരുനാഥന്മാർ ആ ഗുരുകുല വിദ്യയായിരുന്നു സമൂഹത്തിൽ വെളിച്ചമാർന്ന തേജസാർന്ന വിജ്ഞാനത്തെ പ്രഭ പരത്തിയത്. അല്ലാഹു തആല നിലനിർത്തുമാറാകട്ടെ. ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അത് ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ. അപ്പൊ ആ നേരത്തെ എന്ത് ചെയ്യുക? ആ നേരത്ത് ഖുർആനോട്, അതേപോലെ തന്നെ ഖുർആനോട് ദിക്ർ ചെല്ലുക. ഒരു സംഭവം പറയാ, ഉറങ്ങല്ലേ, ഇങ്ങോട്ട് എണീക്ക്, നോക്കിയിരിക്കും. ഇമാം മുസ്ലിം ഇത് സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ നജ്ദിന്റെ ഭാഗത്തേക്ക് ഒരു സമൂഹത്തെ അമർച്ച ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പടയെ പറഞ്ഞയച്ചു. നജ്ദിന്റെ ഭാഗത്തേക്ക്, ഇന്നത്തെ റിയാദിനാണ് നജ്ദ് എന്ന് പറയാ, ആ ഭാഗത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അവര് പറഞ്ഞയച്ച പട പിറ്റേത്താഴ്ച ഉണ്ട് മദീനയിൽ. ഒരാഴ്ച കൊണ്ട് മദീനയിൽ മടങ്ങി വന്നു. ഓരോരുത്തർക്കും ഹിംലു ബഈർ, ഓരോരുത്തർക്കും ഒട്ടകങ്ങൾക്കും ഏറ്റാൻ മാത്രമുള്ള പടക്കോപ്പുകൾ, ഒനീമത്തിന്റെ കോപ്പുകൾ ഇഷ്ടം പോലെ. കുറച്ചാളുകളെ അതിന് പോയിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു തരം മർത്താനായി പോയി. ഞങ്ങൾക്കും പോകയിരുന്നല്ലോ. അവർ പറഞ്ഞു, ഈ പടയേക്കാൾ പെട്ടെന്ന് വരികയോ ഈ പടയേക്കാൾ ഗനീമത്ത് ലഭിക്കുകയോ ചെയ്ത ഒരു പട മുമ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഇവർ പറയാൻ തുടങ്ങി. ഭാര്യയുടെയും കുട്ടികളെയും മുഖം കണ്ട് മറന്നിട്ടില്ല. അപ്പോഴത്തിന് അവര് മടങ്ങിയെടുത്തി. എന്നാലാകട്ടെ മാസക്കണക്കിന് നിന്നിട്ട് കിട്ടാത്ത ഗനീമത്ത് ഇവർക്ക് കിട്ടുകയില്ല. മദീനയിൽ പലർക്കും ഒരു തരം വർത്താനം, ഞങ്ങൾക്കും പോകയിരുന്നല്ലോ. ഇതറിഞ്ഞ് ഹബീബായ നബി നിസ്കരിക്കാൻ വന്ന ജനങ്ങൾക്ക് മുന്നിൽ എണീറ്റ് നിന്നു. എന്നിട്ട് ഹബീബിനോട് പറഞ്ഞു, അലാ അദുല്ലുക്കും ജൈശൻ അസ്റഅ റജഅതൻ വഅഫ്ളല ഗനീമതൻ മിൻ ഹാദൽ ബഅസി. ഒരു പടയിൽ ചേരാൻ നിങ്ങളുണ്ടോ? ആ പടക്ക് ഇപ്പോൾ വന്ന പടയേക്കാൾ ഗനീമത്തും കിട്ടും, അതിനേക്കാൾ പെട്ടെന്ന് അവരുടെ പണിയും തീരും. അങ്ങനത്തെ ഒരു പടയിൽ ചേരാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നൊരിക്കൽ ഹബീബ് ചോദിച്ചു. നല്ല കുറിക്കുകളുള്ള ചോദ്യം, അല്ല സമയത്താ ചോദ്യം, മനസ്സിലാവണില്ല. ഞാൻ വേറൊരു പടയിലേക്ക് നിങ്ങളെ കൂട്ടാം. ആ പട അസ്റഅ റജഅതൻ വഅഫ്ളല ഗനീമതൻ മിൻ ഹാദൽ ബഅസി. ഈ ജയ്ഷിനേക്കാൾ അവർക്ക് ഗനീമത്ത് കിട്ടിയിട്ടുണ്ട്. ആ ജയ്ഷിനേക്കാൾ ഇവർക്ക് ഒരാഴ്ചയല്ലേ, ആഴ്ച വേണ്ട, കുറഞ്ഞ നേരം കൊണ്ട് അവരുടെ പണി തീരും. അങ്ങനത്തെ ഒരു പടയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടട്ടെ, നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഖാലു,
സന്തോഷിച്ചിങ്ങനെ ആഗ്രഹിച്ച് കാത്തിരിക്കല്ലേ ഉണ്ടായെങ്കിൽ അവർ എല്ലാവരും പറഞ്ഞു ബല ബല നബിയേ എന്നാ അങ്ങനത്തെ പടം ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂട്ടൂ, ഞങ്ങളിപ്പോൾ എല്ലാവരും തോറ്റിരിക്കല്ലേ ഞങ്ങളെ കൂട്ടൂ. കാല ഹബീബ് പറഞ്ഞു സ്വഹീഹ് മുസ്ലിം, ഖൗമുൻ, ഇതിനേക്കാൾ ഗനീമത്തുള്ള, ഇതിനേക്കാൾ പെട്ടെന്ന് തീരുന്ന പട, ഖൗമുൻ, ഒരു ജനതയാണ്. സ്വല്ലു സുബ്ഹ വദകറുല്ലാഹ ഹത്താ തത്ലുഅ അശംസു. ഖൗമുൻ, ഒരു ജനതയാണ്. അവർ സ്വല്ലു സുബ്ഹ, സുബ്ഹ നിസ്കരിച്ചു, എന്നിട്ട് വദകറുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടി, ഹത്താ തത്ലുഅ അശംസു, സൂര്യോദയം വരെ. അവർക്ക് ലോക ചരിത്രത്തിൽ ആർക്കുമില്ലാത്ത ഗനീമത്ത് നിമിഷാർത്ഥം കൊണ്ട് ലഭിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ തോന്നിയിടത്തുനിന്ന് വിളിച്ചു പറയല്ല, സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക.